ഉംറയുടെ ബാക്കി ഭാഗമാണിത്. ആദ്യ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇത് കാണിക്കുന്നത്. ഇവിടെ എത്തിപ്പെടാൻ ഒരുപാട് വിശ്വാസികൾ ആഗ്രഹിക്കുന്ന പുണ്യസ്ഥലമാണ്. അപ്പോൾ ആഗ്രഹിച്ചിട്ടും വരാൻ കഴിയാതെ പോകുന്നവർക്ക് അത് കാണാനുള്ള ഒരവസരമായിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. എല്ലാവരും നല്ല ഉദ്ദേശത്തിൽ മാത്രം എടുക്കുക. ഇഷ ടൈമിലാണ് അവിടെ എത്തിയത്. ഇതാണ് അവിടുത്തെ ബാങ്ക്. ഇവിടെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. അപ്പോൾ അത് നിയന്ത്രിക്കാൻ വേണ്ടി അവിടെ അത് കണ്ടോ ഫാനിൽ നിന്ന് വെള്ളമാണ് വരുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നമുക്കങ്ങനെ ചൂടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആദമിന് നല്ല ഉറക്കം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലവരിവിടെ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. തണട്ടോ സംസം വെള്ളം ഇങ്ങനെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ നിന്ന് പോയി എടുത്ത് കുടിക്കാം. തണുത്ത വെള്ളമുണ്ട്, തണുക്കാത്ത വെള്ളമുണ്ട്. അപ്പോൾ അത് ആവശ്യാനുസരണം കുടിക്കാം. ആൾ വരുന്നില്ല. പല രാജ്യങ്ങളിൽ നിന്നും അനേകം ലക്ഷക്കണക്കിന് വിശ്വാസികൾ വന്നിവിടെ എന്നും ഉംറ ചെയ്യുന്നുണ്ട്. അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ പടച്ചവനോട് സ്തുതി. എനിക്കിതിൽ എന്താ വോയിസ് കൊടുക്കണ്ടേന്ന് അറിയുന്നില്ല, എന്താ പറയണ്ടേന്ന് അറിയില്ല. വീഡിയോ എടുക്കുമ്പോഴൊന്നും നമുക്ക് വോയിസ് പറയാനൊന്നും നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തവർക്ക് കാണാനുള്ള ഒരു, എന്നെ അറിയുന്നവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള, അല്ലെങ്കിൽ എൻ്റെ പ്രേക്ഷകർ കാണികൾക്ക് കാണാനുള്ള ഒരു അവസരമായിട്ട് മാത്രം എടുക്കുക. നമുക്ക് എനിക്കെന്താ പറയണ്ടതെന്ന് അറിയണില്ല. മ്യൂസിക് ആഡ് ചെയ്യാനും തോന്നുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ഇവിടെ ഒരു പച്ച ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൽ നിന്നാണ് തുടങ്ങുക. അത് തുടങ്ങി അതിലേക്ക് എത്തുമ്പോൾ ഒരു വട്ടം തീരും. നമുക്ക് ക്ഷീണമൊന്നും അറിയില്ല കേട്ടോ. നല്ല വയസ്സായവരടക്കം വന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരുടെ മുഖത്തൊരു ക്ഷീണം പോലും നമുക്ക് ഫീൽ ചെയ്യില്ല.
सभी الله عليه وسلم اللهم إني أسألك फोटो മാഷാ അല്ലാ, എൻ്റെ അമ്മ അതൊക്കെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് സഫ മർവയുടെ അടുത്തേക്കാണ് പോയത്. പിന്നെ നമ്മൾ ആ പച്ച ലൈറ്റ് കാണുന്ന അത്രയും ഭാഗത്താണ് ആണുങ്ങൾ ഓടേണ്ടത്, അത്രയും സ്ഥലത്തൂടെ. ബാക്കിയുള്ളയിടത്തൊക്കെ നടന്നാൽ മതി, പെണ്ണുങ്ങൾക്ക് ഓടേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി ഹാജറ ബേബി ഓടിയതാണ് വെള്ളം കിട്ടാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് അത് ഓടേണ്ട കാര്യമില്ല, ആണുങ്ങൾ മാത്രം ഓടിയാൽ മതി. മാഷാ അല്ലാ, ഈ പ്രായത്തിൽ തന്നെ എൻ്റെ മാനെ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ എത്തിച്ചേരാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. എനിക്ക് ഒരുപാട് ക്ലിപ്പിങ്സ് ഒന്നും എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.